ഗൈസ് ഇന്നൊരു ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു വീഡിയോ ഉണ്ടോ. സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ KSRTC ബസ്സിനെ പറ്റിയിട്ടും ആ ബസ്സിലെ ഡ്രൈവറെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ. നമുക്ക് നല്ല കാഴ്ചകളും കാണാൻ പോകുന്ന വഴിക്ക് എന്താണ് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനിന്ന് KSRTC ബസ് കയറിയിട്ടുള്ളത്. ഇതാണ് ഡ്രൈവറെ പേരോ സ്ഥലമോ ഒന്നും എനിക്കറിയില്ല. ഇത്രയ്ക്ക് ആത്മാർത്ഥതയുള്ള ഒരു ഡ്രൈവറെ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. ഞാൻ സുൽത്താൻ ബത്തേരിയിൽ നിന്നും കോഴിക്കോട്ടേക്കാണ് കേട്ടോ ബസ്സിൽ കയറിയിട്ടുള്ളത്. ഈ ഡ്രൈവറെ പറ്റി പറയുകയാണെങ്കിൽ, ഇങ്ങനെ അത്രയ്ക്ക് ആത്മാർത്ഥതയുള്ള ഒരു ഡ്രൈവറെ ഞാൻ ഒരുപാട് KSRTCയിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയ്ക്ക് ആത്മാർത്ഥതയുള്ള ഒരു ഡ്രൈവറെ ഞാൻ ഇതുവരെ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളെ നാട്ടിലുള്ള ഓരോ KSRTCനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, KSRTC ഡ്രൈവർമാരും നല്ലവരും ഉണ്ട്, മോശവും എല്ലാം ഉണ്ട്. അത് ലോകത്തിൽ മുഴുവനുള്ളതാണ്, നല്ല ആൾക്കാരും മോശം ആൾക്കാരും. പക്ഷേ ഈ ഡ്രൈവറെ പറ്റി പറയുകയാണെങ്കിൽ, ഈ ഡ്രൈവർ ഒരു മുത്തുമണിയാണ്. നമ്മൾ പോകുന്ന വഴിക്ക് ഒരാളാണ് ആ വഴിയിൽ നിന്ന് കൈ കാണിക്കുന്നതെങ്കിൽ അയാളെ കയറ്റുന്നുണ്ട്. നമ്മൾ പറയുന്ന കേട്ടില്ലേ, പിന്നെ ഓരോ ആളുകൾ കൈ കാട്ടിയിട്ട് നിർത്താതെ പോവുകയാണ് ചെയ്യുക. കൂടുതൽ ബസ്സുകളും അവർക്ക് പെട്ടെന്ന് അവരുടെ ടൈം ഒപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ അവരെന്താക്കുക ചെയ്യുക, പെട്ടെന്ന് പോവുക. ആളില്ലെങ്കിലും ഉണ്ടെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ശമ്പളം കിട്ടിയാൽ മതി എന്നുള്ള അങ്ങനെയുള്ള ആളുകളാണ് നമ്മുടെ നാട്ടിൽ കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത്. ഈ ഡ്രൈവറെ ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഭയങ്കര ആത്മാർത്ഥതയുള്ള ഒരു ഡ്രൈവർ. റോഡ് സൈഡിൽ നിന്നിട്ട് ഒരു പട്ടിക്കുട്ടി കൈ കാണിക്കുകയാണ് അവർ. ആ പട്ടിക്കുട്ടീനെ വരെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുക എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച്. പട്ടിക്കുട്ടീനെ വണ്ടി കയറ്റിയിട്ടില്ല, ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ്. ഒരു ചെറിയ കുട്ടിയായാലും വയസ്സായ ആളായാലും ഇപ്പോൾ സ്റ്റോപ്പില്ലാത്ത സ്ഥലത്ത് നിന്ന് ഒരാൾ കൈ കാണിക്കുകയാണെങ്കിൽ അയാളെയും ബസ്സിൽ കയറ്റിയിട്ട് കൊണ്ടുപോവുക. അതാണ് നമ്മളുടെ KSRTC. ഇങ്ങനെയുള്ള ഡ്രൈവർമാർ നമ്മളുടെ KSRTCയിൽ വരട്ടെ. അങ്ങനെയാണ് നമ്മളുടെ നാടിന് വിജയം ഉണ്ടാവുക. എന്തൊരു കാര്യം നമ്മൾ ചെയ്യുന്നതിനോട് നമ്മൾ ആത്മാർത്ഥത കാണിക്കുക, നമ്മൾ ചെയ്യുന്ന ജോലിയിൽ ആത്മാർത്ഥത കാണിക്കുക. ഒരുപാട് ആളുകൾ, നമ്മളുടെ മലയാളികളുടെ ഒരു സ്വഭാവമാണ്, ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ വലിയ ആത്മാർത്ഥത കാണിച്ചിട്ടില്ലെങ്കിലും എനിക്ക് ശമ്പളം കിട്ടും എന്നുള്ള ഒരു സംഭവമാണ് നമ്മളെ നാട്ടിലുള്ളത്. പക്ഷേ ഇങ്ങനെയുള്ള KSRTC നഷ്ടത്തിലാണ്, പ്രശ്നത്തിലാണെന്നൊക്കെ നമ്മളെ നാട്ടിൽ പറയുന്നുണ്ടല്ലോ. ഈ ഡ്രൈവറെ പോലെയുള്ള ഡ്രൈവർ നമ്മളെ നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ നാട്ടിലെ KSRTC വിജയിക്കും. ഇതേപോലെയുള്ള ആളുകൾ എല്ലാ മേഖലയിലും എല്ലാ ജോലിയിലും ഇതേപോലെയായിട്ടാണ് മാത്രം നമ്മളെ മലയാളികൾക്ക് ഉണ്ടെങ്കിൽ നമ്മൾ മലയാളികളെ പഠിച്ച ഡ്രൈവറെ കാണുന്നു. ഓക്കെ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുമോ?